എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ പൈത്തൺ എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും. ഫോണിൽ ഗൂഗിളിൽ ജസ്റ്റ് W3 സ്കൂൾ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പൈത്തൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ദാ പൈത്തൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. പൈത്തൺ എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഗുഡോ വാൻ റോസം, റിലീസ്ഡ് ഇൻ 1991. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വെബ് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സിന് യൂസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം സ്ക്രിപ്റ്റിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ക്യാൻ പൈത്തൺ ഡു എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ വൈ പൈത്തൺ എന്ന് ചോദിക്കുന്നുണ്ട്. പൈത്തൺ എന്തിനാണ്? പൈത്തൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ അത് വർക്ക് ചെയ്യും. വിൻഡോസിൽ, മാക്കിൽ, ലിനക്സിൽ എക്സെട്ര അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യാൻ ആർക്ക് പറ്റും? പൈത്തണിന് പറ്റും. അതുപോലെ തന്നെ സിമ്പിൾ സിൻടാക്സ് ആണ് സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് സിമിലർ ആയിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് ആണ് എന്ത്? പൈത്തൻ്റെ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പറയുന്നത് ഫ്യൂ ലൈൻസ് ദാൻ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൈത്തൺ എന്താണ്? കുറഞ്ഞ ലൈൻസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു നമ്മൾ പൈത്തണിൽ പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്ന സമയത്ത്, അതായത് ഇത് കൊടുക്കുന്നതിന് ഒരുപാട് ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് സ്ട്രിങ് ആണ്. നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അതെല്ലാം നമ്മൾ പഠിക്കും. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എന്താണ് പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അത് റൈറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ വേൾഡ് ഒന്ന് ജസ്റ്റ് കളയാം. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഔട്ട്പുട്ട് ഹലോ എന്ന് വരും. ജസ്റ്റ് ഹലോ എന്ന് വരും. നമ്മളിവിടെ കൊടുക്കുന്ന എന്താണോ അതാണ് അവിടെ വരിക. ഓക്കെ, ദെൻ നമ്മൾ വീണ്ടും ടോപ്പിലേക്ക് വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്ത സമയത്ത് നമുക്ക് വന്നു പൈത്തൺ സിൻടാക്സ് വന്നിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഈ ഒരു പൈത്തൺ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം. പൈത്തൺ ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിൽ നമ്മൾ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പകരമായിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡൻറ്റേഷൻ ബ്ലോക്സ് ഒരു കോളൻ എപ്പോഴും ഫോളോ ചെയ്യും. ഓക്കെ, ഇൻഡൻറ്റേഷൻ ബ്ലോക്സ് എന്ത് ചെയ്യും? ഒരു കോളൻ എപ്പോഴും ഫോളോ ചെയ്യും. ഇത് മെയിൻലി ലൂപ്സിൽ, ഫങ്ഷൻസിൽ, ക്ലാസ്സസിൽ, കണ്ടീഷണൽസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈഫ് 5 ഗ്രേറ്റർ ദാൻ 2, 5 2വിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം? 5 ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രൈ ടു യുവർ സെൽഫ് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഓക്കെ, പഠിക്കുന്നത് എന്താണ്? ഇൻഡൻറ്റേഷൻ ആണല്ലേ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? ഇൻഡൻറ്റേഷനാണ് പഠിക്കുന്നത്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സ്പേസ്, അതായത് ഈ പ്രിൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സ്പേസ് വിട്ടിട്ടല്ലേ പ്രിൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ആ സ്പേസ് ഞാൻ കളയാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഞാൻ കളഞ്ഞു. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. ഇൻഡൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇൻഡൻറ്റേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എററായിരിക്കും. ഇനി ജസ്റ്റ് നമുക്ക് ഇൻഡൻറ്റേഷൻ വീണ്ടും കൊടുത്തു കഴിഞ്ഞ് നോക്കാം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? 5 ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇൻഡൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ത്രൂ ഔട്ട് നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോൾ പൈത്തൻ്റെ ഇൻഡൻറ്റേഷൻ മറക്കരുത്. ഓക്കെ, ഇതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈത്തൺ വേരിയബിൾസ് ആണ്. പൈത്തൺ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കണ്ടെയ്നറുകളാണ് എന്തെന്ന് പറയുന്നത്? വാരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് x ഈസ് ഈക്വൽ ടു 5, y ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് സ്ട്രിങ് ആയിരിക്കും, അതായത് ലെറ്റേഴ്സ്. ഓക്കെ, മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ഇൻറ്റീജറാണ്. 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റാണ്. അതുകൊണ്ട് അതിനെന്ത് വേണ്ട? ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ,
അത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് എക്സിൽ 5 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, എക്സ് എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അതുപോലെ വൈ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? ഹലോ വേൾഡ് എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടാമെന്ന് നോക്കാം. നമ്മൾ ട്രൈ ടു യുവർ സെൽഫ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, പ്രിൻറ്റ് എക്സ് പ്രിൻറ്റ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ് പ്രിൻറ്റ് ചെയ്തു. എക്സ് എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്തത് എന്തായിരുന്നു? 5 എന്ന് പറയുന്ന ഡാറ്റ ആയിരുന്നു. അതുപോലെ തന്നെ വൈയിൽ നമ്മൾ എന്തായിരുന്നു? ഹലോ വേൾഡ് എന്ന് പറയുന്ന ഡാറ്റ ആയിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് ജസ്റ്റ് ഈ വേൾഡ് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഹലോ എന്ന് മാത്രം വരും. ഇനി ഈ ഡിജിറ്റ് നമ്മളൊരു 51 ആക്കി കൊടുക്കുകയാണ് വിചാരിച്ചോളൂ, അത് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൈത്തൻ്റെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കമൻസ് ആണ്. പൈത്തണിലെ കമൻസ് എന്ന് പറയുന്നത്, കമൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാം പൈത്തൺ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. എക്സിക്യൂഷൻ്റെ സമയത്ത് പൈത്തൺ എന്ത് ചെയ്യും? കമൻസ് ആയിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യും. അവനത് അങ്ങോട്ട് അവഗണിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്കറിയാം, നോക്കുക. അതെന്ന് പറയുന്നത് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ദിസ് ഈസ് എ കമൻറ്റ്. എന്ന് പറയുന്നത് കമൻറ്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ കൊടുക്കേണ്ട സിമ്പിളാണ് എന്ന് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ എന്തായിട്ട് മാറും? കളറായിട്ട് മാറും. അത് നമ്മൾ ഔട്ട്പുട്ടിൽ വരില്ല, നമ്മുടെ ഔട്ട്പുട്ടിൽ അത് വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിതാ ട്രൈ ടു യുവർ സെൽഫ് കൊടുക്കുകയാണ്. കണ്ടോ, ഹലോ വേൾഡ് എന്ന് മാത്രമാണ് വന്നത്. ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ഔട്ട്പുട്ടിൽ കാണാനേ ഇല്ല. അത് ജസ്റ്റ് എന്തിനാണ്? നമ്മൾ മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കളറിൽ കൊടുത്തിരിക്കുന്നത്. പൈത്തണിന് എന്തിൻ്റെ ആവശ്യമില്ല? കമൻസിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് ജസ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതൊരു കമൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾക്ക് സ്വയം ചെയ്യാം. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ട്രൂ ഓർ ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡൻറ്റേഷൻ ഇൻ പൈത്തൺ ഈസ് ഫോർ റീഡബിലിറ്റി ഉള്ളൂ. ഇൻഡൻറ്റേഷൻ റീഡബിലിറ്റിക്ക് മാത്രമാണോ? ഇൻഡൻറ്റേഷൻ ഇല്ലെങ്കിൽ മൊത്തത്തിൽ അത് തെറ്റിപ്പോവും. അതുകൊണ്ട് അത് റീഡബിലിറ്റിക്ക് മാത്രം ഉള്ളതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കൊടുത്തിരിക്കുന്നത് ഇൻസെർട്ട് ദ മിസ്സിംഗ് പാർട്ട് ഓഫ് ദ കോഡ് ബിലോ ടു ഔട്ട്പുട്ട് ഹലോ വേൾഡ്. ഹലോ വേൾഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താ ചോദിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് ദ കോഡ് ബ്ലോക്ക് പ്രിൻറ്റ് യെസ് ഇഫ് 5 ഈസ് ലാർജർ ദാൻ 2. റിമെമ്പർ ദ ഇൻഡൻറ്റേഷൻ. ഇൻഡൻറ്റേഷൻ ആദ്യം നമ്മൾ കൊടുക്കണം, കാരണം മുകളിൽ ഒരു കോളം കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡൻറ്റേഷൻ കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് കൊടുക്കണം അല്ലേ. പ്രിൻ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പ്രിൻ്റ് ചെയ്ത് വരില്ല. ഓക്കെ, എന്താണ് കൊടുക്കേണ്ടത്? യെസ് ആണ് കൊടുക്കേണ്ടത്. സോറി, ഡബിൾ കോട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നാലേ പൈത്തൺ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിലിങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക എന്നൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.